ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജയിൽ മോചനത്തിന് വഴിയൊരുങ്ങുന്നു. കട്ടളപ്പാളി കേസിൽ പോറ്റി അറസ്റ്റിലായിട്ട് ഇന്ന് 90 ദിവസം തികയും. സ്വാഭാവിക ജാമ്യം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നാളെ കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകും. കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായി പരമാവധി സാക്ഷിമൊഴികൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് SIT. എൻവാസ് ഉൾപ്പെടെയുള്ളവർക്കും സ്വാഭാവിക ജാമ്യം ലഭിക്കുമെന്നാണ് SITയുടെ കണക്കുകൂട്ടൽ. ഗോപാൽ ഷീനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഗോപാൽ, SITക്ക് വീണ്ടും തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ കൂടുന്തോറും ഓരോരുത്തരായി പുറത്തിറങ്ങുകയാണ്. ആദ്യം മുരാരി ബാബു ഇറങ്ങുന്നു, D. സുധീഷ് കുമാർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ഇപ്പോഴിതാ ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യാപേക്ഷ നൽകാനുള്ള നീക്കത്തിലാണ്. 90 ദിവസം പൂർത്തിയായിട്ടുണ്ട്. SIT കുറ്റപത്രം ഇനിയും വൈകുമോ? തീർച്ചയായിട്ടും സൂചിപ്പിച്ചതുപോലെ തന്നെ SITക്ക് തുടർച്ചയായി തിരിച്ചടികൾ എന്ന് പറയേണ്ടതായിരിക്കുന്നു. കാരണം ആദ്യം മുരാരി ബാബു ഇറങ്ങുന്നു, പിന്നീട് S. ശ്രീകുമാർ ഇറങ്ങുന്നു, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അടക്കമുള്ള ബാക്കിയുള്ള പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിലുള്ള കളമൊരുങ്ങുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. നേരത്തെ കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. ഇതിൽ അടുത്ത ഒരു കേസെന്ന നിലയ്ക്കാണ് ദ്വാരപാലക പാളിയുമായി ബന്ധപ്പെട്ട കേസിൽ നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായി കട്ടളപ്പാളിയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച കേസിൽ അറസ്റ്റിലായിട്ട് ഇന്ന് 90 ദിവസം തികയും. അങ്ങനെയാണെങ്കിൽ 90 ദിവസം തികഞ്ഞതിനാൽ തന്നെ റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞതിനാൽ തന്നെ സ്വാഭാവിക ജാമ്യത്തിനുള്ള സാഹചര്യം ഒരുങ്ങും. നാളെ തന്നെ വിജിലൻസ് കോടതിയിൽ, കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യത്തിന് വേണ്ടിയുള്ള അപേക്ഷ ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിക്കും എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ SIT ഏറ്റവും പ്രധാനമായി ഈ കേസിൽ അറസ്റ്റ് ചെയ്ത ആദ്യം മുതൽക്കേ തന്നെ ഇതിലെ ഒന്നാം പ്രതി എന്ന നിലയ്ക്കും ഏറ്റവും കൂടുതൽ ഈ കൊള്ളയിൽ പങ്കുള്ളയാളെന്ന നിലയ്ക്കും ചോദ്യമുനയിലായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടി പുറത്തിറങ്ങുമ്പോൾ ഈ കേസിന്റെ ഗതി എങ്ങോട്ട് എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. അതേസമയം തന്നെ മറുവശത്ത് പരമാവധി സാക്ഷിമൊഴികൾ ശേഖരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് SIT സംഘം ഉള്ളത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഭാഗികമായ കുറ്റപത്രം നൽകുന്നത് അത് കേസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്ന് പ്രത്യേക അന്വേഷണ സംഘം വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവുകളും സാക്ഷിമൊഴികളും ശേഖരിച്ച് പൂർണ്ണമായ ഒരു കുറ്റപത്രം സമർപ്പിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് SIT തീരുമാനമെടുത്തിരിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ ഇവർക്ക് ജാമ്യത്തിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ആദ്യം അറസ്റ്റിലായ ദ്വാരപാലക കേസിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരുന്നു. ഈ ഒരു കേസിലും കൂടെ 90 ദിവസം പൂർത്തിയാകുമ്പോൾ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. SITക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. കുറ്റപത്രം സമർപ്പിക്കാൻ ഇനിയും വൈകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഗോപാൽ ഷീലാസനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.